ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മേരീസ് കിച്ചൺ ഡയറി. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്ന നല്ല നാടൻ സ്റ്റൈലിൽ റെഡിയാക്കി എടുക്കാവുന്ന ഉണക്ക ചെമ്മീൻ റോസ്റ്റാണ്. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യാൻ മറക്കല്ലേ. അപ്പം നമുക്ക് നോക്കാം. എല്ലാവർക്കും തന്നെ പ്രിയപ്പെട്ടതാണ് ഉണക്ക ചെമ്മീൻ റോസ്റ്റ്. ചോറിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇവിടെ ഇപ്പോൾ ഒരു പിടി ഉണക്കച്ചെമ്മീനാണ് എടുത്തിരിക്കണേ. അതിൻ്റെ തലയും വാലും ഒക്കെ കട്ട് ചെയ്തതിന് ശേഷം വെള്ളത്തിലിട്ട് കുതിർത്തി നല്ലപോലെ കഴുകിയെടുത്തിട്ട് വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്താണ്. അതുകൊണ്ട് തന്നെ ഇതാ നോക്കൂ, ഇന്ന് നമ്മളൊന്ന് പ്രസ് ചെയ്തെടുക്കുമ്പോഴേക്കും അത് ഒടിഞ്ഞു കിട്ടും. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ചെയ്തിട്ട് ഒരു ബോക്സിൽ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യം വരുമ്പോൾ റോസ്റ്റ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് മറ്റു ചേരുവകൾ എന്തെല്ലാമെന്ന് നോക്കാം. ആവശ്യത്തിന് ഉപ്പ്, 10 അല്ലി ചെറിയുള്ളി, വറ്റൽമുളക് ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്ത് വെച്ചത്, കാശ്മീർ ചില്ലി പൗഡർ, ആവശ്യത്തിന് വെളിച്ചെണ്ണ, കറിവേപ്പില. ആദ്യം തന്നെ നമുക്ക് ഈ ചെറിയുള്ളി നല്ലപോലെ ചതച്ചെടുക്കണം. ചെറിയുള്ളി നല്ലപോലെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിൽ പാൻ വയ്ക്കാം. പാൻ ചൂടാവുമ്പോൾ നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ എടുക്കുമ്പോൾ വെളിച്ചെണ്ണ തന്നെ എടുക്കണേ. വേറെ ഓയിലൊക്കെ ആണെങ്കിൽ അതിന് അത്ര സ്വാദ് വരില്ല. ഇതിപ്പോൾ ഏകദേശം 5 ടേബിൾ സ്പൂണോളം ഓയിൽ ആഡ് ചെയ്യുന്നുണ്ട്. എന്നാലാണ് നമ്മുടെ ചെമ്മീൻ നല്ല പോലെ റോസ്റ്റ് ചെയ്ത് കിട്ടുള്ളൂ. എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ചതച്ചെടുത്ത ചെറിയുള്ളി ആഡ് ചെയ്യാം. അതേപോലെ തന്നെ ഉള്ളി എടുക്കുമ്പോൾ ചെറിയുള്ളി തന്നെ എടുക്കണേ, സവാള എടുക്കരുത്. കാരണം ചെമ്മീനും ചെറിയുള്ളിയുള്ള ആ കോമ്പിനേഷനാണ് കൂടുതൽ കറിക്ക് ടേസ്റ്റ് തരിക. ഒന്ന് മുരിഞ്ഞു വരുമ്പോൾ നമുക്ക് വറ്റൽമുളക് ആഡ് ചെയ്യണം. ഒരു 3 വറ്റൽമുളക് ചെറിയതായി അരിഞ്ഞെടുത്തതാണിത്. ഇനി ഇതിലേക്ക് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. എല്ലാം ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 2 ടീസ്പൂൺ കാശ്മീർ ചില്ലി ആഡ് ചെയ്യാം. നമ്മൾ ഓൾറെഡി വറ്റൽമുളക് ഇട്ടത് കൊടുത്തിരിക്കുന്നത് കൊണ്ട് ആവശ്യത്തിന് എരിവുണ്ട്. അതുകൊണ്ട് 2 ടീസ്പൂൺ കാശ്മീർ ചില്ലി ആഡ് ചെയ്താൽ മതി കേട്ടോ. എല്ലാം മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നല്ല പോലെ മിക്സ് ചെയ്തെടുക്കണം. ഇതേപോലെ ചെമ്മീൻ കഴുകി ഉണക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യത്തിന് ഇതേ രീതിയിൽ പെട്ടെന്ന് റെഡിയാക്കാവുന്നതാണ്. അല്ലെങ്കിൽ പിന്നെ സ്പോട്ടായിട്ട് ചെമ്മീൻ കഴുകി എടുക്കുകയാണെങ്കിൽ നമുക്കൊന്ന് വറുത്തെടുക്കേണ്ട ആവശ്യമുണ്ട്. അതിനുശേഷമാണ് ഈ രീതിയിൽ തയ്യാറാക്കി എടുക്കേണ്ടത്. ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു ചെമ്മീൻ്റെ പീസ് എടുത്ത് നോക്കി ഒടിയുന്നുണ്ടോ എന്ന് നോക്കാം. ആ ഒരു പരുവം ആവുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അടിപൊളി ഉണക്ക ചെമ്മീൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഈ ഒരൊറ്റ കറി കൊണ്ട് തന്നെ നമുക്ക് ഒരു പറ ചോറുണ്ടാവുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്